താങ്കൾ നാണമുണ്ടോ? അല്ല ഞാൻ പറയട്ടെ, നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ? തനിക്ക് നാണമില്ലേടോ? ഇല്ല. ശരൺകുമാർ, താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നാണ്. കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു, ബാക്കി വിവരങ്ങൾ പിന്നീട്. ഈ CDR താങ്കൾ കിട്ടിയത് എവിടെ നിന്നാണ് ശ്രീ കെ ശരൺകുമാർ? അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു. അതൊക്കെ എപ്പോഴേ കട്ടുബോധിച്ചു. പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട, കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീൽ ഓത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ധൈര്യമുണ്ടെങ്കിൽ പറയാം ശ്രീ കെ ശരൺകുമാർ. മാർക്കറ്റ് ഇടിഞ്ഞപ്പോ പറഞ്ഞു വന്നിരുന്നായിരിക്കും. താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ, കോടതിയിൽ കയറി മോട്ടിച്ചോ, പിന്നെ എങ്ങനെ കിട്ടി? ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ശ്രീ കെ ശരൺകുമാർ? ഓ, ഇത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. അതൊക്കെ താങ്കളുടെ പണിയാ. പിന്നെ എവിടെ കിട്ടിയെന്ന് പറ. അതൊക്കെ താങ്കളുടെ പണിയാണ്. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ കിട്ടിയെന്ന് പറ. അയ്യോ, ഞാൻ കള്ളനല്ല, സത്യസന്ധനായ ഒരു നിരപരാധിയാണ്. ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്. അല്ല സാർ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ കിട്ടും. ഇല്ല സാർ, അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയോ അല്ലാത്ത പുറത്തേക്ക് താങ്കൾക്ക് കിട്ടുന്നത്? താങ്കൾ CDR അപേക്ഷ കൊടുത്തെടുത്തതാണോ അരുണേ? നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ? അഭ്യാസം കയ്യിലിരുന്നാ മതി. വക്കീൽ കോട്ട് ഊരി മാറ്റി വെച്ചിട്ട് നിയമവിരുദ്ധ പണി നടത്ത്. എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം എന്താടാ? എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ട അടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച. നീ എന്തിനാടാ ചെക്കനെ വെറുതെ മൂപ്പിക്കണത്? മണ്ണാങ്കട്ടയാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു. അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. ഏറ്റെടുക്കുന്നോ? അത് വേണ്ട. ഇയാൾക്ക് മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല. എന്താണ് ഇങ്ങനെ ജീവികള്? അല്ല, നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കുക. അവനെ ചോദിക്കുക, അവനെ ഉത്തരം പറയാം. താങ്കൾ തൃക്കാക്കര ബൈ ഇലക്ഷനിൽ താങ്കളെ പാർട്ടി മാറ്റി നിർത്തിയതാണ്. എന്തിനാണ് മാധ്യമങ്ങളോട് ലോബിംഗ് നടത്തിയത് ശ്രീ കെ ശരൺകുമാർ? സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാധ്യമങ്ങളെ ലോബിംഗ് നടത്തിയ കെ ശരൺകുമാറിന് മാധ്യമങ്ങളോട് പുച്ഛം അല്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ വിട്ടുകളാ. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. 5 മിനിറ്റുള്ള ഇൻട്രോ ഇത്ര ആക്രോശിക്കേണ്ട കാര്യമുണ്ടോ? നുണപ്രചരണം നടത്തേണ്ട കാര്യമുണ്ടോ? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ സൗകര്യമില്ല. 10 ഫോൺ കോൾ വെച്ചിട്ടങ്ങ് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ? CPM-ന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.